നിങ്ങളുടെ 50ഉം 25ഉം ഈ 9 വർഷങ്ങൾ പിന്നിട്ട് നിത്യവ്രതത്തിലേക്ക് കടക്കുമ്പോൾ പത്രോസ്ലീഹായ്ക്ക് ഈശോ നൽകിയ അഭിനന്ദനമാണ് നിങ്ങൾക്ക് നൽകുന്നത്. നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടല്ല, പിതാവായ ദൈവം വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ് 50 വർഷം ധീരതയോടുകൂടി 25 വർഷം സമർപ്പിത ജീവിതത്തിൽ നിത്യവ്രതത്തിന് തയ്യാറെടുത്ത് സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. നീ ഭാഗ്യവാൻ. ഇപ്പം നിങ്ങൾ ഭാഗ്യവതികളാണെന്ന് ഈശോ ഈ നിമിഷം നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ഭാഗ്യവതികൾ. മാംസരക്തങ്ങളല്ല, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടല്ല. അങ്ങനെ ചിന്തിച്ചാൽ ആർക്കും ഈ സമർപ്പിത ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. സമർപ്പിത ജീവിതത്തിൽ ആർക്കെങ്കിലും സന്തോഷം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അവർ ലൗകികമായ ചിന്തകളാണ്. എന്തിന് ഞാൻ മഠത്തിലേക്ക് വന്നു, ഈ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, ഇതിനെന്തൊരു പ്രസക്തിയുണ്ട്, ഇത്തരം ചിന്തകൾ തകർത്ത് കളയും. യൂദാസിനെ കൂടെയുണ്ടെങ്കിലും അത്ഭുതങ്ങൾ കണ്ടെങ്കിലും അടയാളങ്ങളിലൂടെ ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കാൻ സാധിക്കാതെ ജീവിതം നഷ്ടപ്പെടുത്തിയ ആളെ പോലെ ആയിപ്പോവും. എന്നാൽ ഇത് വലിയൊരു രഹസ്യമാണ്. അവിടുന്നാണ് എന്നെ വിളിക്കുന്നത്. ഹോശേയ 2:14 നാം വായിക്കുന്നത് പോലെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. ഹൃദ്യമായി ഞാൻ സംസാരിക്കും. ഈ വാക്കുകൾ ഓരോ സമർപ്പിതയും ഈ അവസരത്തിൽ 50-25 വർഷങ്ങൾ നിത്യസമർപ്പണത്തിന് നമ്മെ വശീകരിക്കുകയാണ് ദൈവം ചെയ്തത്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കർത്താവ് സ്നേഹത്തോടുകൂടെ അത്ഭുതകരമായിട്ട് വശീകരിച്ചുകൊണ്ട് ഈ സമർപ്പിത ജീവിതത്തിലേക്ക് വിളിച്ചതിനെ ഓർത്ത് നീ ഭാഗ്യവതി എന്ന് കർത്താവ് നിങ്ങളോട് മന്ത്രിക്കുന്ന ഈ നിമിഷങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് മുഴങ്ങട്ടെ. ഭാഗ്യവതി. മാംസരക്തങ്ങളല്ല, സ്വർഗത്തിലുള്ള പിതാവാണ് ഇത് വെളിപ്പെടുത്തി തന്നതെന്ന് കൃത്യതയോടുകൂടി ഓർക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചില്ലേ, ഭൂപേഷ് ഭണ്ഡാരി ഗുജറാത്തിൽ 200 കോടി രൂപയിലധികം സ്വത്തുള്ള വലിയ ഭൂപേഷ് ഭണ്ഡാരി, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളും 16-19 വയസ്സുള്ള 2 മക്കളും ജൈനമതം സന്യാസം സ്വീകരിച്ചു. വലിയ ആഘോഷമായിട്ട് നിന്നു. നോട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു. വഴിയിലുള്ള കാത്തുനിന്ന് എല്ലാവർക്കും നോട്ടുകെട്ടുകൾ വലിച്ചെറിഞ്ഞു കൊടുത്തു. 200 കോടി രൂപ. ഇനി അവർ വെള്ള വസ്ത്രം സ്വീകരിച്ചുകൊണ്ട് മെൻഡിക്കൻസ് ആയിട്ട് രാവിലെ ആരുടെയെങ്കിലും അടുത്ത് പോയി പാകം ചെയ്ത ഭക്ഷണം ഏതെങ്കിലും വീട്ടിൽ നിന്ന് നൽകും. അത് കഴിച്ചാണ് ഇനി അവർ ജീവിക്കുക. ഞാൻ ഓർത്തു, എന്തായിരിക്കും അവരെ പ്രേരിപ്പിക്കുന്നത്? ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ ദർശിക്കുമ്പോൾ അവർക്ക് അതിന് സാധിക്കുകയാണ്. എദ്വാർഡോ സലീനി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഈ അടുത്ത ദിവസം ഇറ്റലിയിലെ 2019 മോഡൽ ഏറ്റവും മിടുക്കനായിട്ടുള്ള 1ാം സമ്മാനം കിട്ടിയതാണ് എദ്വാർഡോ. അവനന്ന് 19 വയസ്സേ ഉള്ളൂ. അവന് ആ ചെറുപ്പക്കാരൻ ഈ കഴിഞ്ഞ ഡിസംബർ മാസം വൈദികനാകാനായിട്ട് അവൻ കടന്നു വരിക. അവൻ എദ്വാർഡോ സലീനിയുടെ ഇൻസ്റ്റഗ്രാം അടിച്ചു നോക്കിയാൽ കാണുവാൻ സാധിക്കും. ഈ ലോകം നിസ്സാരമാണെന്ന് എനിക്ക് തോന്നുക. ഈ സന്തോഷങ്ങൾക്ക് ഹ്രസ്വമായിട്ടുള്ള ജീവനേ ഉള്ളൂ. നിത്യമായ സന്തോഷം എൻ്റെ ഈശോയിലാണെന്ന് ആ ചെറുപ്പക്കാരൻ പറയുന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നതല്ലേ. ആ വിളികൾ, നമ്മുടെ ഓരോരുത്തരുടെയും ഒരു വിളി, അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലാർന്ന നിമിഷങ്ങളാണ്. അവിടെയാണ് നാം യഥാർത്ഥ സന്തോഷവും ആനന്ദവും എല്ലാം കണ്ടെത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സഭയിൽ ജീവിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും സമർപ്പിക്കുക. ആ വലിയൊരു സമർപ്പണമാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളത്. അതുതന്നെയാണ് നിങ്ങളുടെ ഈ സമർപ്പണവും. പ്രിയപ്പെട്ട നമ്മുടെ മോൺസിഞ്ഞോർ CJ വർക്കി, അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട സമർപ്പിതരോട് പറഞ്ഞ വാക്കുകൾ ഈ സമർപ്പണ ജീവിതത്തിൽ ഞാൻ ഓർത്തുപോയി. എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം കത്തുകൾ എഴുതിയതും ഉദ്ബോധിപ്പിച്ചതുമെല്ലാം മനോഹരമായിട്ടാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. നിങ്ങളെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണം. നോവിഷ്യേറ്റിൽ നിന്ന് കടന്നു വരുന്നത് കുഞ്ഞ് വിശുദ്ധകളായിട്ടാണ്. നിങ്ങൾ ജൂബിലി ആഘോഷിക്കുമ്പോഴേക്കും മാലാഖമാരാകണം. ഈ ഇരിക്കുന്ന എല്ലാം മാലാഖമാരാണ്. ജൂബിലി ആഘോഷിച്ചപ്പോൾ കുഞ്ഞു വിശുദ്ധരായിരുന്നു. ജൂബിലി ആഘോഷിച്ചപ്പോഴേക്കും എത്തുമ്പോഴേക്കും മാലാഖമാരാണ്. ദൈവത്തിൻ്റെ ഈശോയോട് ചേർന്ന് നിൽക്കുന്നതാണ് യഥാർത്ഥ സന്തോഷം. ആ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കണം. എപ്പോഴും ലൗകികമായ കാര്യങ്ങൾ അന്വേഷിച്ചാൽ അതൊരിക്കലും സന്തോഷം നൽകുകയില്ല. മഴ പെയ്യുമ്പോൾ അദ്ദേഹം ഈ കുളത്തുവയലിൽ ഈ ജനലിൻ്റെയൊക്കെ അടുത്തിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അതിൻ്റെ അനുഭവത്തിൽ നിന്നായിരിക്കും വർക്കിച്ചൻ അങ്ങനെ എഴുതിയത്. മഴ പെയ്യുമ്പോൾ അത് പാറപ്പുറത്ത് വീണാൽ
അവിടെ ഒട്ടും തന്നെ ആ മണ്ണിലേക്ക് ലയിക്കില്ല, അത് പുറത്തേക്ക് പോവുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്നേഹം നല്ല മണ്ണിലേക്ക് സ്വീകരിക്കുമ്പോൾ അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതാകും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം പാറ പോലെ ആകരുത് എന്ന് വർക്കിച്ചൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഈ സമർപ്പിത ജീവിതത്തിൽ, നിങ്ങളുടെ സമർപ്പിത ജീവിതത്തിലായിരിക്കുമ്പോൾ നിങ്ങളുള്ളിൽ ഒരു കർത്തൂസ്യനും പുറമേ നിങ്ങൾ ഒരു ഫ്രാൻസിസ് അസീസിയുമായിരിക്കുക, ഒരു മിഷണറി ആയിരിക്കുക എന്നാണ് വർക്കിച്ചൻ സഹോദരിമാർക്ക് എഴുതിയത്. ഉള്ളിലൊരു കർത്തൂസ്യനാണ് ഒരു മിണ്ടാമട്ടത്തിൽ ജീവിക്കുന്ന വ്യക്തിയെപ്പോഴും. എന്നാൽ പുറമേ വിശുദ്ധ ഫ്രാൻസിസ് സഹോദര എന്ന് പറഞ്ഞ് പ്രകൃതിയെയും എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുന്ന മിഷണറിയായി തീരുക എന്ന് അദ്ദേഹം ഉപദേശിക്കുക. ഈ സമർപ്പിത ജീവിതത്തിൻ്റെ വലിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് തീഷ്ണതയോടുകൂടെ ജീവിക്കുമ്പോൾ നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഏറ്റെടുത്ത വലിയ സമർപ്പണം ദൈവം ധാരാളം പ്രതിഫലം നൽകുമെന്ന് പ്രത്യേകമായിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. വർക്കിച്ചൻ പറഞ്ഞ എപ്പോഴും ഓർക്കുന്ന അതാണ്. GK ചെസ്റ്റർട്ടൻ്റെ നല്ല ഉദാഹരണം എപ്പോഴും വർക്കിച്ചൻ ആവർത്തിക്കാറുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാവുന്നതാണ്, ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അത് എപ്പോഴും നമ്മുടെ യാത്രയിലായിരിക്കുമ്പോൾ, ചെസ്റ്റർട്ടൻ യാത്രയിലാണ്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് മറന്നുപോയി. പുറത്തിറങ്ങി നിന്ന് ഭാര്യയെ വിളിച്ചു, ഞാനിപ്പോൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? മണ്ട, നിന്റെ ടിക്കറ്റ് ഒന്ന് നോക്ക്, എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് നിനക്കറിയാൻ പറ്റുമല്ലോ എന്ന് ഭാര്യ ശാസിക്കുന്നുണ്ട്. നിങ്ങളുടെ 50 25 വർഷങ്ങൾ കടന്നുപോയപ്പോൾ ആ ടിക്കറ്റ് എടുത്ത് നോക്കാം, നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടെങ്കിൽ ഈശോയോട് തന്നെ ചോദിക്കാം. അത് മറന്നു പോകരുത് സമർപ്പിത ജീവിതത്തിൽ എന്ന് എപ്പോഴും ഓർക്കുകയാണ്. നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോർച്ചുഗൽ രാജാവ് ലിയോ പത്താമൻ മാർപ്പാപ്പയ്ക്ക് ഒരു ആനയെ കൊടുത്ത കഥ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ ആനയെ കൊണ്ടുപോവുകയാണ് കപ്പലിൽ. അതിനെ സംബന്ധിച്ച് ധാരാളം കഥകൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു കഥയിൽ വായിച്ചതാണ്, ആനയെ കൊണ്ടുപോവുകയാണ്, റോമിലേക്ക് കൊണ്ടുപോവുകയാണ് ലിയോ പത്താമൻ മാർപ്പാപ്പയ്ക്ക് നൽകുന്നതിന് വേണ്ടി. ആനപ്പാപ്പാൻ കൂടെയുണ്ട്, ആനയുടെ കപ്പലിലാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ കപ്പലിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ വേദനിപ്പിക്കുന്നുണ്ട് ഈ ആനപ്പാപ്പാൻ. അദ്ദേഹം അതുകൊണ്ട് അനാശാസ്യ പ്രവർത്തനത്തിനായി തൻ്റെ അടുത്തേക്ക് വന്ന ഒരാളെ തോട്ടി കൊണ്ട് നന്നായിട്ട് ആക്രമിച്ചു. അപ്പോൾ പരാതിയായിട്ട് കപ്പിത്താൻ്റെ അടുത്ത് ചെന്നു. കപ്പിത്താൻ ആനപ്പാപ്പൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നീ ഇതിലുള്ള യാത്രക്കാരനെ ദ്രോഹിച്ചു എന്ന് ഞാൻ കേട്ടു, ശരിയാണോ? ശരി തന്നെയാണ്, ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഈ വിശുദ്ധിക്ക് ചേരാത്ത പ്രവൃത്തികൾ ഇതിനുള്ളിൽ നടക്കുന്നത് ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഈ ആനയെ ആർക്കാണ് കൊടുക്കാൻ പോകുന്നത്? വിശുദ്ധനായ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പോവുക. ഈ ആനയും ചൈതന്യമുള്ളൊരു ജീവിയാണ്. ഇവിടെ ചൈതന്യമുണ്ടായിരിക്കണം ഈ കപ്പലിലും. അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഞാൻ എതിർക്കുക തന്നെ ചെയ്യും. ഒരു കഥയാണെങ്കിലും അതിൽ വലിയ മൂല്യമുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളുടെ 50 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ കർത്താവിൻ്റെ ഈ വിളിയിൽ നമുക്ക് വിശുദ്ധിയിൽ ചേരുകയാണ്. വിശുദ്ധിക്ക് ചേരാത്ത പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ അതെല്ലാം നീക്കിക്കളയണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നുണ്ട്, വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ്? വർക്കിച്ചൻ പറയുകയാണ്, അനുസരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്രതം. അനുസരണമുണ്ടെങ്കിൽ മറ്റു വ്രതങ്ങളെല്ലാം അതിൻ്റെ കൂടെ പോകും. അപ്പോൾ അത് എങ്ങനെയുള്ളവർക്കേ അനുസരണമുണ്ടാകൂ? പരിശുദ്ധ അമ്മയുടെ മനോഭാവം, ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പോൾ ഒരു അവസരത്തിൽ സമൂഹ ജീവിതത്തിൽ തന്നെ താഴ്ത്താൻ, അനുസരണത്തിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് സഹോദരി സെലിനോട് നൽകുന്ന നല്ലൊരു ഉപദേശമുണ്ട്. നീ ഓർക്കുന്നില്ലേ, വളരെ ചെറുപ്പമായിരുന്നപ്പോൾ നമ്മുടെ അടുത്തുണ്ടായിരുന്ന ആ ധനാഠ്യൻ്റെ വീട്ടിൽ അവിടെ ചുറ്റുമുള്ള ആ മുറ്റത്ത് കളിക്കാൻ നമ്മൾ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. ആ വീട്ടിലെ കൊച്ചു പെൺകുട്ടിയും നമ്മുടെ കൂടെ കൂടിയില്ലേ? ഒരിക്കൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ 3 പേര് കൂടി ആ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ കുതിര കൃത്യമായി ഗേറ്റ് തടഞ്ഞുകൊണ്ട് അവിടെ നിന്നു. അപ്പോൾ നീ എന്നോട് പറഞ്ഞു, ഇനി എങ്ങനെ അപ്പുറം കടക്കാം, നമുക്ക് കളിക്കാൻ സാധിക്കും എന്ന് നാം ആകുലപ്പെട്ടപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആ കുതിര അവിടെ നിന്നുകൊള്ളട്ടെ, നമുക്ക് പതുക്കെ കുനിഞ്ഞ് ആ കുതിരയുടെ കാലിനിടയിലൂടെ നമുക്ക് ആ മൈതാനത്തേക്ക് കടക്കാം. നമ്മളങ്ങനെ പോയത് നീ ഓർക്കുന്നില്ലേ? അതിനുശേഷം വിശുദ്ധ വേദപാരംഗത സഹോദരിയെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ മൈതാനം നമുക്ക് ലഭിക്കണമെങ്കിൽ കുനിഞ്ഞ് പൂർണ്ണമായി സമർപ്പിച്ച്
അപ്പുറത്തേക്ക് കടക്കണം. കുനിയുമ്പോൾ വേദനയുണ്ട്, വിഷമമുണ്ട്, പക്ഷെ അപ്പുറം നമുക്ക് സന്തോഷത്തിൻ്റെ സൗഭാഗ്യമുണ്ട്. വർഗീശൻ പറഞ്ഞ ആ വലിയ അനുസരണത്തിൻ്റെ വ്രതം ഇനിയുള്ള നാളുകളിലും നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും സ്വീകരിക്കാനും എല്ലാം സാധിക്കട്ടെ എന്ന് ഒന്നുചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 16-ാം സങ്കീർത്തനത്തിൻ്റെ ആഴങ്ങൾ എന്നും നിങ്ങളെ വലിയ സന്തോഷത്തിലേക്ക് നയിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവേ, അങ്ങ് എന്നെ കാത്തുകൊള്ളണമേ, എല്ലാ നന്മകളും അങ്ങിൽ നിന്നാണെന്നും ഞാൻ അങ്ങയിൽ ആശ്രയിക്കുമെന്നും ഞാൻ പറഞ്ഞു. ഭൂമിയിലുള്ള എല്ലാ വിശുദ്ധരും ശ്രേഷ്ഠരെയും എനിക്കിഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. അന്യദേവന്മാർക്ക് ഞാൻ രക്തബലി അർപ്പിക്കുകയില്ല, അവരുടെ നാമം ഞാൻ ഉച്ചരിക്കുകയില്ല. അവിടുന്ന് എൻ്റെ ഓഹരിയും പാനപാത്രവുമാകുന്നു, എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയത്, വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ രാത്രിയിലും ഞാൻ വാഴ്ത്തുന്നു, രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുവശത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു, എൻ്റെ ജീവൻ അവിടുന്ന് പാതാളത്തിൽ തള്ളുകയില്ല, പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അവിടുന്ന് എൻ്റെ ജീവൻ്റെ മാർഗം എനിക്ക് കാണിച്ചു തരുന്നു. അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അവിടുത്തെ വലത് കൈയിൽ ശാശ്വതമായ സന്തോഷവുമുണ്ട്. 16-ാം സങ്കീർത്തനം അതാണ്. 50-ഉം 25-ഉം ത്തിൻ്റെ ആഴങ്ങൾ മുഴുവനും ഈ 16-ാം സങ്കീർത്തനത്തിലുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വലിയ സന്തോഷവും ആനന്ദവും എന്നും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. മുന്നോട്ടുള്ള യാത്രയിൽ ദൈവം കൂടുതൽ അനുഗ്രഹവും കൃപയും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.